വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ആലമുൽ മലായിക്ക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം ബുഖാരിയുടെ സഹീഹിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുഖാരിയുടെ സഹീഹിൽ നിന്നുള്ള ഹദീസുകളെയും മഹാനായ ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്ഖലാനി അതിന് നൽകുന്ന വിശദീകരണങ്ങളെയുമാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്നത്. മഹാനായ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ബാബുൽ മലായിക, മലായിക്കത്തിൻ്റെ അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ കൊടുക്കുകയാണ്. ബാബുൽ മലായിക, ആ അധ്യായമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലും അതുപോലെ മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ സഹായത്തോടുകൂടെ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള ബാബുൽ മലായിക, മലായിക്കത്തിനെ കുറിച്ച് വിവരിക്കുന്ന അധ്യായം എന്ന ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ സമഗ്രമായി ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ലഭ്യമാകുമെന്ന് ഉണർത്തുകയാണ്. മഹാനായ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മലായിക്കത്ത് എന്ന വേർഡിൻ്റെ ഉത്ഭവം മഹാനവറുകൾ പറഞ്ഞത് അൽ അലൂക്ക എന്നാണ്. അലൂക്കത്തും, അലൂക്ക എന്ന് പറയുമ്പോൾ അലിഫ്, ലാമ്, വാവ്, കാഫ്, മർബൂത്തായ ത എന്ന് പറഞ്ഞാൽ ബാഉമലുള്ള ത അല്ല, ഹാഉമ രണ്ട് പുള്ളിട്ടാലുള്ളത് പോലുള്ളത് അലൂക്ക. അലൂക്ക എന്നതിൽ നിന്നാണ് മലായിക്കത്ത് എന്ന വേർഡ് ഉത്ഭവിക്കുന്നത് എന്നാണ്, അതിൽ നിന്നാണ് അതിനെ എടുത്തിരിക്കുന്നത് എന്നാണ് ഹാഫിളുദ്ദീനെ വിവരിച്ചത്. അങ്ങനെ വരുമ്പോൾ മലായിക്കത്ത് എന്ന വേർഡിന്റെ അർത്ഥം അരിസാല എന്നാണ്. റിസാലത്ത്, മനസ്സിലായല്ലേ? മെസ്സേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അറബി ഭാഷാ മേഖലയിലെ അതുല്യ പ്രതിഭകളിൽ പ്രമുഖനായ ഇമാം സീബവൈഹി, അതേപോലെയുള്ള അറബി സാഹിത്യകാരന്മാരായ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. സീബവൈഹി എന്ന പണ്ഡിതൻ, നമ്മൾ വളരെ അപൂർവമാണ് അത്തരം പേരുകൾ കേൾക്കാറുള്ളത്. എങ്കിലും ഭാഷാ ചർച്ചകളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി നമുക്ക് അറിയപ്പെടുന്ന വ്യക്തി സീബവൈഹി ഇമാമാണ്. റസൂലുള്ളാഹിന്റെ 4 ഖലീഫമാരെന്ന് പറയുമ്പോൾ സുദീഖുൽ അക്ബർ നമ്മുടെ മനസ്സിൽ എങ്ങനെ വരുന്നോ എന്നതുപോലെ ഇമാം സീബവൈഹി അറബി ഭാഷ മേഖലയിൽ അത്രയും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട പണ്ഡിതനാണ് സീബവൈഹി. സീനാണ്, സ്വാദല്ല, സീബവൈഹി. എന്നിട്ട് അവർ പറഞ്ഞത് മലായിക്കത്ത് എന്ന വേർഡിനെ നമ്മൾ ശരിക്കും പരിശോധിക്കുക തന്നെയാണ്. മലായിക്കത്ത് എന്ന വേർഡ് അലൂക്കത്തിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഈ അലൂക്കത്ത് എന്ന അതുപോലെ മലായിക്കത്ത് എന്ന വേർഡിൻ്റെയൊക്കെ അടിത്തറ എന്താണ്? ലാക്ക എന്നാണ്. ലാക്ക എന്നാണ് ഇതിൻ്റെ അടിത്തറ. ഏതൊരു അറബി വേർഡിനും ഒരു അടിത്തറയുണ്ടാവും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മലായിക്കത്ത് എന്ന വേർഡിന്, ഇത് ഹാഫിളുദ്ദുന്യ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ബാബുൽ മലായിക എന്ന ആ അധ്യായത്തിന് ഹാഫിളുദ്ദുന്യ നൽകിയ വിശദീകരണമാണ്. മലായിക്കത്ത് എന്നുള്ളത് അലൂക്കത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അലൂക്ക എന്ന് പറഞ്ഞാൽ റിസാലത്ത്, മെസ്സേജ് എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? അതിൻ്റെ അടിത്തറ ലാഖ എന്ന വേർഡാണ്. എന്നാൽ മലായിക്കത്ത് എന്നുള്ളത് അതിൻ്റെ ലാഖ എന്ന് അസ്ല് പറഞ്ഞതുപോലെ, അതായത് മലായിക്കത്ത് എന്നുള്ളതിൻ്റെ അടിത്തറ ലാഖ എന്ന വേർഡായതുപോലെ തന്നെ അത് വേറെ ഒരു വേർഡും അതിനുപയോഗിക്കാറുണ്ട്. അതായത് അൽ മൽക്ക്. മലായിക്കത്ത് എന്ന വേർഡിന്റെ അടിത്തറ മൽക്കുൻ, മൽക്കുൻ, മാ ലാ കാഫ്. അപ്പോൾ മൽക്കുൻ
മൽക്കുൻ എന്ന് പറയുമ്പോൾ മീമിന് ഫത്തും ലാമിന് സുക്കൂനുമാകുമ്പോൾ അൽ-അഖ്ദു ബിഖുവ്വത്തിൻ എന്നാണ് അർത്ഥം. അൽ-അഖ്ദു ബിഖുവ്വ എന്ന് പറഞ്ഞാൽ ശക്തമായ പിടുത്തം എന്ന് പറഞ്ഞാൽ മലക്കൊരു പിടുത്തം പിടിച്ചാൽ അതൊരു പിടുത്തായിരിക്കും. അതിശക്തവാന്മാരാണ്. അവരുടെ ശക്തി നമ്മുടെ കണക്കുകൂട്ടലുകളുടെ അപ്പുറമാണ്. അവരുടെ വേഗത നമ്മുടെ കണക്കുകൂട്ടലുകളുടെ അപ്പുറമാണ്. നമുക്ക് ഏറ്റവും വലിയ വേഗത പ്രകാശവേഗതയായിരിക്കും. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയും അപ്പുറമാണ് അവരുടെ വേഗത. 7 ആകാശങ്ങൾ, ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഓരോ ആകാശത്തിൻ്റെയും കട്ടി 500 വർഷത്തെ ദൈർഘ്യമുണ്ട്. അങ്ങനെ 7 ആകാശത്തിൻ്റെ മുകളിലുള്ള ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുന്നു. അപ്പോൾ അവരുടെ വേഗതയും അവരുടെ ശക്തിയും വേറെ തന്നെയാണ്. അപ്പോൾ മലായിക്കത്ത് എന്ന വേർഡ് മെസ്സേജ് എന്ന അർത്ഥത്തിൽ മലായിക്കത്ത് എന്ന വേർഡ് എന്തിൽ നിന്നാണ്? അതിൻ്റെ അടിത്തറ ലാക്ക എന്നാണ്. അതേ സ്ഥാനത്ത് അതിശക്തവാന്മാർ എന്ന അടിസ്ഥാനത്തിൽ മലായിക്കത്ത് എന്ന വേർഡിൻ്റെ അടിത്തറ മൽക്കുൻ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി മലായിക്കത്തിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എന്താണ് മലക്കുകൾ, എങ്ങനെയാണ് മലക്കുകൾ? അതേ സംബന്ധിച്ച് ഹാഫിദ് ദുനിയ ബുഖാരിയുടെ വിശദീകരണത്തിൽ പറയുന്നത്, മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ അജ്സാമുൻ ലത്തീഫത്തുൻ, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു തരം തടികളാണ്. മലക്കുകൾ തടി തന്നെയാണ്, പക്ഷേ ലത്തീഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ അതല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനെ കണ്ടുപിടിക്കാനോ കഴിയില്ല. അവരങ്ങനെയാണ്, ലത്തീഫായ തടികളാണ്. ഉഴ്ത്തിയത്ത് ഖുദ്റത്തൻ അല തശക്കുലി ബി അശ്കാലിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ രൂപത്തിൽ രൂപപ്പെടാനുള്ള കഴിവ് നൽകപ്പെട്ട, ആളുകൾക്ക് തേടിപ്പിടിക്കാൻ കഴിയാത്ത ഒരു തരം തടികളാണ്. അങ്ങനെ തന്നെയാണ് മലക്കുകളെ കുറിച്ച് പറയുന്നത്. അതായത് അജ്സാദുൽ ലത്തീഫ, നമുക്ക് തേടിപ്പിടിക്കാൻ കഴിയാത്ത തടികൾ, അവക്ക് വ്യത്യസ്തമായ രൂപത്തിൽ രൂപാന്തരം പ്രാപിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി. വമസ്കനു അസ്സമാവാത്ത്, അവയുടെ വാസസ്ഥലം ആകാശം. അപ്പൊ എങ്ങനെയാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തേടിപ്പിടിക്കാൻ കഴിയാത്ത തടികളാണ്. ഏത് രൂപത്തിലും വ്യത്യസ്തമായ രൂപത്തിൽ അവർക്ക് രൂപപ്പെടാൻ കഴിയും. അവരാണ് മലക്കുകൾ. അവരുടെ വാസസ്ഥലം വാനലോകമാണ്. എന്നാൽ മലക്കുകളെ കുറിച്ച് തെറ്റായ പല ധാരണകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം ഹാഫിദുദ്ദീനെ പറഞ്ഞത്, ഇന്നഹൽ കവാക്കിബ്, ചില നക്ഷത്രങ്ങളെ പറ്റി അത് മലക്കാണെന്ന് പറയാറുണ്ട്. നക്ഷത്രങ്ങളെ സംബന്ധിച്ച് മലക്ക് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊക്കെ പുറത്തിറങ്ങിയാൽ നല്ല നിലാവുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ കാണാൻ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകുന്നത് പോലെ ഉണ്ടാവും, ചിലതിങ്ങനെ ഓടിപ്പോകുന്നത് പോലെ ഉണ്ടാകും. അതൊക്കെ ആളുകളുടെ ധാരണയിൽ അതൊക്കെ മലക്കുകൾ പോവുകയാണ്, മലക്കുകൾ ചാടുകയാണ്, ഓടുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ നക്ഷത്രമല്ല. എന്നാൽ വാനലോകത്ത് നക്ഷത്രങ്ങളുടെ പാസിങ് കാണുമ്പോൾ അതിനെ നമുക്കൊരു രൂപത്തിൽ ഒരർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹുവിൻ്റെ മലക്കുകൾ പിശാചുകൾക്കെതിരെയുള്ള ചെങ്കോൽ പ്രയോഗം, പിശാചുകളെ മലക്കുകൾ തീജ്വാലകൾ കൊണ്ട് എറിയുന്ന ആ എറിച്ചിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ്. ഷിഹാബുൻ സാഖിബ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ വാനലോകത്ത് നിന്ന് കീബോർഡിറങ്ങി വരുമ്പോൾ പിശാചുകൾക്ക് കയറി ചെല്ലാവുന്നിടത്തോളം ആകാശത്തിന്റെ ചുവട്ടിൽ മുകളിലേക്ക് അവർ ചെല്ലുകയും എന്നിട്ട് മലായിക്കത്തുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി അവർ കട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ആ പിശാചുകളെ മലക്കുകൾ തീജ്വാലകൾ കൊണ്ട് എറിഞ്ഞോടിക്കുമ്പോൾ ആ തീജ്വാലകളുടെ പാസിംഗ് ആയിട്ട് നമുക്ക് ആ നക്ഷത്രങ്ങൾ പോകുന്നു എന്നതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താം. ഉറപ്പിക്കാനൊന്നും പറ്റില്ല. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അള്ളാന്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ നക്ഷത്രങ്ങളാണെന്നുള്ള ധാരണ തെറ്റാണ്. എന്നിട്ട് തടിയിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു തരം ആത്മാക്കളാണെന്ന് ചിലർ പറയാറുണ്ട്. ഹാഫിദുദ്ദീൻ പറയും, ലാ യൂജദു ഫിൽ അദില്ലത്തി സംഇയ്യത്തി ശൈഉൻ
ഒരു രേഖയും ഇത്തരം വിശ്വാസങ്ങൾക്കില്ല. അപ്പൊ നമ്മൾ മലക്കുകളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഏത് രൂപത്തിലും രൂപപ്പെടാൻ കഴിയുന്ന, മനുഷ്യന് തേടിപ്പിടിക്കാൻ കഴിയാത്ത, വാനലോകത്ത് താമസിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു തരം സൃഷ്ടികളാണ് മലക്കുകൾ. അവർ പ്രകാശത്താൽ പടക്കപ്പെട്ടു എന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. എന്നിട്ട് മഹാനവറുകൾ പറയും, വഖദ് ജാഅ ഫീ സിഫത്തിൽ മലായികതി വകസറതിഹിം അഹാദീസ്. മലക്കുകൾ എങ്ങനെയാണെന്നും അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നും വളരെ വിശദമായി വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടേത് വന്നിട്ടുണ്ട് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. പ്രവാചകന്റെ നിരവധി ഹദീസുകൾ മലക്കുകളുടെ സ്വഭാവം എന്താണ്, മലക്കുകളുടെ എണ്ണം എങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന. ഇപ്പൊ നമ്മൾ ബുഖാരിയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബുഖാരിയുടെ ദർസാണ് നമ്മുടെ അഖീദ ക്ലാസ് ആലമുൽ മലായിക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ പഠിതാക്കൾ ആദ്യ ബാച്ച് കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുമുണ്ട്. അപ്പൊ എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയുടെ ബാബുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം എന്ന വിഷയത്തെക്കുറിച്ച് ആ അധ്യായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഹാഫിളുദ്ദീനെ പറയുന്നത്, മലക്കുകളെ കുറിച്ച് വളരെ വിശദമായ ചർച്ച നടക്കുന്ന ഹദീസുകൾ നിരവധി അനവധി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ആ ഭാഗത്തേക്ക് ചർച്ചയിലേക്ക് പോവാത്തത് കൊണ്ട് നമുക്കതത്ര വലിയൊരു ഇഷ്യൂ ആയി തോന്നാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഈ ഹെഡിങ് മഹാനവറുകൾ നൽകുമ്പോൾ മഹാനവറുകൾ പ്രവാചകന്മാരുടെ ചർച്ചയ്ക്ക് മുമ്പായിട്ടാണ് സ്വഹീഹുൽ ബുഖാരിയിൽ മലായിക്കത്തിന്റെ ചർച്ചയിട്ടത്. അതേ സംബന്ധിച്ച് ഹാഫിളുദ്ദീൻ പറയുന്നത്, മലക്കുകളെ പറയുന്നതിന് മുമ്പ് പ്രവാചകന്മാരെ മുമ്പ് മലക്കുകളെ വിശദീകരിക്കാൻ കാരണം പ്രവാചകന്മാരെ പടക്കുന്നതിന് മുമ്പ് മലക്കുകളെ പടക്കപ്പെട്ടിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ചർച്ചകൾ പരിശുദ്ധ ഖുർആനിൽ വളരെ സജീവമായിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ നമ്മൾ അവരെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മലക്കുകളെ വിശദീകരിച്ച വിശദീകരണം കൂടെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈസു ദുകൂറൻ വലാ ഇനാസ വലാ യഅകുലൂന വലാ യശ്റബൂൻ വലാ യതനാകഹൂന വലാ യതവാലദൂൻ. മലക്കുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, ലൈസു ദുകൂറൻ വലാ ഇനാസ, മലക്കിൽ ആണില്ല പെണ്ണില്ല, വലാ യഅകുലൂന വലാ യശ്റബൂൻ, അവർ തിന്നുകയില്ല, അവർ കുടിക്കുകയില്ല, വലാ യതനാകഹൂന വലാ യതവാലദൂൻ, അവർ വിവാഹം കഴിക്കുകയില്ല, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയും കൂടെ നമ്മൾ മലായിക്കത്തിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ വളരെ സുദീർഘമായ ചർച്ച മലക്കുകളെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും മഹാനവറുകൾ പറഞ്ഞ മലക്കുകളെ കുറിച്ച് റസൂലുള്ളാഹ് പറഞ്ഞ ഹദീസുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനിടയിലൂടെ ഹാഫിളുദ്ദീൻ നൽകുന്ന വിശദീകരണങ്ങളും നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം ബുഖാരി ബാബു ദിക്രിൽ മലായിക, നമ്മുടെ ഹെഡിങ്ങിന്റെ പേര് താട്ടോ. ഇമാം ബുഖാരിയുടെ സഹീഹില് മലക്കുകളുടെ അധ്യായം എന്ന് പറയുന്നതിന്റെ ആ ഹെഡിങ്ങിന്റെ പേര് ബാബു ദിക്രിൽ മലായിക, ബാബു ദിക്രിൽ മലായിക, മലക്കുകളെ പറയുന്ന അധ്യായം എന്ന്. എന്നിട്ട് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 3236 നമ്പർ ഹദീസ് കൊണ്ടുവരികയാണ്. അതിലെന്താ പറയുന്നത്? സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, റഅയ്തുൽ ലൈലത റജുലൈനി അതയാനി, ഇന്നത്തെ രാത്രി എൻ്റെ അടുത്ത് 2 മനുഷ്യന്മാർ വന്നു, മലക്കുകളാണ്. ഖാല അല്ലദീ യൂഖിദുന്നാറ മാലിക്കുൻ ഖാസിനുന്നാർ, അവർ രണ്ടാളും വന്നിട്ട് തീ ഇങ്ങനെ കത്തിക്കുന്ന ഒരാളെ കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയാൻ, ആ തീ കത്തിക്കുന്ന ആളുണ്ടല്ലോ അത് നരകത്തെ കാക്കുന്ന മലക്കാണ് കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. എന്നിട്ട് അവൻ, ഞാൻ ജിബ്രീലാണ്,
വഹാദാ മീകായിൽ, ഇത് മീകായിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ട് ജിബ്രീലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, മീകായിലിനെ കാണിച്ചു കൊടുക്കുകയാണ്, നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. സഹീൽ ബുഖാരിയുടെ 3236 നമ്പർ ഹദീസിലാണ് ഈ മലക്കുകളെ മൂന്നാളെയും നബിന്റെ അടുക്കൽ വന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് ജിബ്രീൽ, ഇത് മീകായിൽ, ആ തീ കത്തിക്കുന്ന ആളുണ്ടല്ലോ അത് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികില് അപ്പോൾ മലക്കുകളുടെ രൂപത്തിലല്ല വന്നിട്ടുള്ളത്, മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ മലക്കിൻ്റെതായ രൂപത്തിൽ തന്നെ വന്നത് സഹീൽ ബുഖാരിയിൽ 3238 നമ്പർ ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വാറ് ഹിറയിൽ എനിക്ക് വഹി ലഭ്യമായി, ഞാൻ നല്ല അങ്ങനെ പിന്നീട് എനിക്ക് വഹി വന്നതേയില്ല. അങ്ങനെ വഹി വരാതിരുന്നപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസം. അങ്ങനെ ഞാൻ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ സമയത്തു സൗതം മിനസ് സമാ, ആകാശത്തിൽ നിന്ന് വലിയ ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഖിബല സമാ, ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഹിറാ ഗുഹയിൽ ഞാൻ ഇരിക്കുമ്പോ എന്നെ സമീപിച്ച മലക്കുണ്ടല്ലോ, അദ്ദേഹം, ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അയാളുണ്ട്. ഖായിദുൻ അലാ കുർസിയും ബൈന സമായി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ ഒരു കസേര, ആ കസേരയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി, ഞാൻ അങ്ങോട്ട് പേടിച്ചു, പേടി പേടിച്ചു. അതായത് ആകാശവും ഭൂമിയും മുട്ടി നിൽക്കുന്ന രൂപത്തിൽ പിന്നെ ഒരു കസേരയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കണ്, ഞാൻ വാറ് ഹിറയിൽ കണ്ട മലക്ക്. അങ്ങനെ ഞാൻ പേടിച്ച് ഹത്താ ഹവൈത്തുലല്ലാറുള്ള, അങ്ങനെ ഭൂമിക്ക് ഞാൻ വീണ്, പേടിച്ച് ബോധം കെട്ട് വീണ പോലെ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞു. എനിക്ക് പേടിച്ചിട്ട് പനിച്ചിട്ട് വിറക്കുന്നു, എൻ്റെ ശരീരം വിറക്കാണ്, നിങ്ങൾ എനിക്ക് പുറത്തിട്ട് മൂടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ജിബ്രീലിൻ്റെതായ രൂപത്തിൽ കാണുകയാണ് ആ സമയത്താണ് സൂറത്ത് മുദ്ദഥിറിന്റെ വചനം ഇറങ്ങുന്നത്. യാ അയ്യുഹൽ മുദ്ദഥിർ ഖും ഫഅൻദിർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആന്റെ പരാമർശം. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, നിങ്ങൾ എണീക്കുക, നിങ്ങളുടെ ജനതയ്ക്ക് താക്കീത് നൽകുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനം വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മലക്കുകളെ അള്ളാഹു നല്ല രൂപത്തിൽ പരിചയപ്പെടുത്തുകയും ശരിക്ക് പ്രവാചകന്റെ മനസ്സിൽ നിന്ന് മലക്കിനെ കണ്ടാലുള്ള ഭയം ഒഴിവാവാൻ ആവശ്യമായ രൂപത്തിൽ മലക്കിനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സഹീൽ ബുഖാരിയിൽ കാണാം 3234 നമ്പർ ഹദീസില് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ സമ അന്ന മുഹമ്മദൻ റആ റബ്ബഹു ഫഖദ് അഅലമ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ വലിയ തോന്നിയാസാ പറഞ്ഞിട്ടുള്ളത്. അതായത് നബി മിഅ്റാജിന് പോയപ്പോൾ അള്ളാഹനെ കണ്ടു എന്നുള്ള ഒരു തെറ്റായ ധാരണ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. വലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്ര എന്നൊക്കെ ആയത്തിലുള്ളതിനെ കുറിച്ചൊക്കെ പലരുടെയും വ്യാഖ്യാനങ്ങൾ തെറ്റായ രൂപത്തിൽ പോവാറുണ്ട്. എന്നാൽ മഹദി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് അള്ളാഹനെ കണ്ടിട്ടില്ല. ലാകിൻ ഖദ് റഅ ജിബ്രീല ഫീ സൂറത്തിഹി, മിഅ്റാജിന്റെ അന്ന് ജിബ്രീലിന്റെ ഒറിജിനൽ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടു. വഖൽഖുഹു സാദും ബൈനൽ ഉഫ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം എന്താണ്? കിഴക്കൻ ചക്രവാളത്തിന്റെയും പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെയും ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആകാശം മുട്ടി നിൽക്കുന്നത് പോലെ അത്രയും വലുപ്പത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി എന്ന്. അപ്പൊ ജിബ്രീലിന്റെ വലിപ്പം നമ്മൾ കണ്ടാൽ നമ്മൾ തല കറങ്ങി വീണു പോകും.
600 ചിറകോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ള കണ്ടു എന്ന് മറ്റു ഹദീസുകളിൽ കാണാം. 600 ചിറക്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷിക്ക് 2 ചിറകുള്ള പക്ഷിക്ക് 3ാമത്തെ ഒരു ചിറകും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഫിറ്റ് ചെയ്യാം? 2 ചിറകുണ്ട് ഒരു പക്ഷിക്ക് പാറാൻ. അപ്പോൾ അതിന് പാറാൻ കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു ചിറകും കൂടി തരാം. അതുകൊണ്ട് അത് എവിടെ ഏത് സൈഡിലാണ് ഫിറ്റ് ചെയ്യാൻ നമ്മൾ കഴിയൂല. നമുക്കത് തെരഞ്ഞാൽ കിട്ടൂല. നമുക്ക് എങ്ങനെയായാലും 3ാമത്തെ ഒരു ചിറക് വെച്ചുകൊടുത്താൽ അത് മറ്റേ ചിറക് കൊണ്ട് സുഖമായിട്ട് പാറിനേയും തടസ്സമായിരിക്കും. പക്ഷേ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകാ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 600 ചിറക് കൊണ്ടുള്ള പറക്കൽ എങ്ങനെയായിരിക്കും? അതാണ് റബ്ബിൻ്റെ കുദറത്ത്. മനുഷ്യൻ്റെ മെമ്മറിയുടെ അകത്തുള്ള ഈ കഴിവുണ്ടല്ലോ, ഈ വിവേകം, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രോഗ്രാം അങ്ങനെ ആയെങ്കിലേ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. കാരണം ഇത്രയും വലിയ ആകാശങ്ങളും ഭൂമികളും അതിഭീകരമായ കരിമ്പാറകളും ഒക്കെ അള്ളാഹു പടക്കുന്നത് ഇല്ലായ്മയിൽ നിന്നാണ്. ഈ കരിമ്പാറകൾക്കുള്ള മെറ്റീരിയലുകൾ എവിടുന്നെങ്കിലും ഇറക്കുമതി ചെയ്യുന്നില്ല. അള്ളാഹു ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ആ മെറ്റീരിയലുകൾ ഇങ്ങോട്ട് വരികയാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലുള്ള ശക്തി, അള്ളാഹുവിൻ്റെ ശക്തി അപ്പം എത്രയായിരിക്കും? അപ്പം അതാണ് നമ്മുടെ കണക്കുകളുടെ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ ശക്തി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേപോലെ സഹീഹ് ബുഖാരിയിൽ 3235 നമ്പർ ഹദീസിൽ കാണാം, സൂറത്ത് നജ്മിലുണ്ടല്ലോ, മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കഥയുണ്ട്. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ ഒരു സഹാബിയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യനാണ്. ആയിഷ ബീവിൻ്റെ അടുത്താണ് മൂപ്പര് കൂടുതൽ പഠിക്കാറ്. അപ്പോൾ ആയിഷ ബീവിയോട് മഹാനവറുകൾ ചോദിക്കുകയാണ്, ഈ ഖുർആനിലൊരു പരാമർശം ഉണ്ടല്ലോ, ثم دنا فتدلى فكان قاب قوسين أو أدنى. ثم دنا, പിന്നെ പ്രവാചകൻ അടുത്തു, ഫതദല്ല, നല്ലോണം അടുത്തു, ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, വില്ലിന്റെ ഞാണിനോട് അടുത്തതുപോലെ അല്ലെങ്കിൽ അതിലേറെ അടുത്തു എന്ന് പറഞ്ഞാൽ അറേബ്യൻ സമൂഹത്തിന് ഒരു പരിപാടിയുണ്ട്. ഒരു ഗോത്രം മറ്റൊരു ഗോത്രവുമായി ഒരു സന്ധി സംഭാഷണത്തിന് പോവുകയാണെങ്കിൽ അവരുടെ ഈ വില്ലുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും വില്ലും അമ്പൊക്കെ തന്നെയൊക്കെ കാലത്ത്. അപ്പൊ ഈ വളഞ്ഞ വില്ലിന് ഇങ്ങനെ ഒരു കയറുണ്ടാവും. ഈ കയറിന്റെ ഈ കയറ് മറ്റോരുടെ അമ്പിന്റെ അതിനുണ്ടാവില്ല ഈ കയറ്. ആ 2 കയറുമ്പാട് തമ്മിൽ മുട്ടിക്കും അവർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയാൽ കയ്യന് കൊടുത്തിട്ട് നമ്മൾ കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ബദൽ ജാഹിലിയ കാലത്ത് അറബികൾ എന്താ ചെയ്യുവെച്ചാൽ അവരുടെ ഈ വില്ലിന്റെ കയറും മറ്റോന്റെ വില്ലിന്റെ കയറും തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കും. അപ്പൊ ഒട്ടിച്ചാൽ അത് അവർ കെട്ടിപ്പിടിച്ചതുപോലെ ആവും. അതാണ് ഖുർആനിൽ പറഞ്ഞ ثم دنا فتدلى فكان قاب قوسين أو أدنى, വില്ലിന്റെ കയറിനോട് അടുത്തതുപോലെയായി അല്ലെങ്കിൽ അതിലേറെ അടുത്തു എന്ന് പറഞ്ഞതുപോലെ ജിബ്രീലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മിഅ്റാജിന്റെ രാത്രിയിൽ അടുത്തു എന്നാണ്. അള്ളയും റസൂലും കണ്ടു എന്നല്ല, ജിബ്രീലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിനെപ്പറ്റി മസ്റൂഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറയാണ്, ദാക ജിബ്രീലു കാന യഅതീനി ഫീ സൂറത്തിർ റജുലി, അത് ജിബ്രീലായിരുന്നു മിഅ്റാജിന്റെ അന്ന് വന്നത്. ജിബ്രീൽ നബിന്റെ അടുത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വരിക. വഇന്നഹു അതാഹു ഹാദിഹിൽ മറ ഫീ സൂറത്തിഹി അല്ലതി ഹിയ സൂറത്തുഹു, ആ സമയത്ത് മിഅ്റാജിന്റെ അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന് അള്ളാഹു ഏത് രൂപമാണോ ജിബ്രീലിന് നൽകിയിട്ടുള്ളത് ആ രൂപത്തിൽ വരികയുണ്ടായി മിഅ്റാജിന്റെ അന്ന്. കാബ കൗസൈനി ഔ അദ്നാ എന്ന് പറയുമ്പോൾ സൂറത്ത് നജ്മിലെ 9-ാമത്തെ ആയത്തിട്ടോ, ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇത് പറയുന്നത്. വില്ലിന്റെ കയറിനോട് അടുത്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലേറെ അടുത്തു എന്ന് പറഞ്ഞാൽ ജിബ്രീലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
അത്രയും അടുത്തുപോയി അവിടെ എന്നുള്ളതാണ്. ഫസദ്ദല്ലുഫ്ക, അങ്ങനെ ആകാശം മുട്ടുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒറിജിനൽ രൂപം അവിടെ രൂപപ്പെടുത്തപ്പെട്ടു. ജിബ്രീൽ എന്ന വേർഡിനെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജറുൽ അസ്ഖലാനി. അതേപോലെ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് തങ്ങളുടെ മുമ്പിൽ വന്ന് ജിബ്രീൽ നമസ്കരിക്കുന്ന അവസ്ഥകൾ. അതായത് ഇപ്പം നമുക്ക് നമസ്കാരത്തിൻ്റെ സമയം, നമസ്കാരത്തിൻ്റെ രൂപം, ഖുർആൻ പാരായണത്തിൻ്റെ ഒറിജിനൽ ശൈലിയും ഉച്ചാരണവും ഇതൊക്കെ ജിബ്രീൽ നേരിട്ടാണ് പഠിപ്പിക്കുക. ഇപ്പം നമ്മളൊരു ഫാത്തിഹ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മൾക്ക് പലർക്കും പല കോലത്തിലും ഫാത്തിഹ ഓതാൻ പറ്റും. ഒരു പത്രം വായിക്കുന്ന ലാഘവത്തോടെ ഫാത്തിഹ ഓതാം, ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ ഓതാം, പലതും ഓതാം. പക്ഷേ നമ്മുടെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചതുപോലെ ഓതിക്കൊടുക്കണം. ഉദാഹരണം, ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ഉത്ഭവ സ്ഥലങ്ങളുണ്ട്. അൽ ഹംദു, ഹ എവിടുന്ന? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന്. അല്ലാഹു, ആ ഹ എവിടുന്നാണ്? തൊണ്ടയുടെ താഴേയറ്റത്തു നിന്ന്. ഇങ്ങനെയുള്ള ഓരോ പോയിന്റുകളിൽ നിന്നും പറഞ്ഞെങ്കിലേ നമസ്കാരം സ്വഹിയാവുള്ളൂ, ഫാത്തിഹ സ്വഹിയാവുള്ളൂ. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിക്ക് വന്നിട്ടാണ്ട് ഓതി കേൾപ്പിക്കുക. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നു. നസല ജിബ്രീലു ഫഅമ്മനി ഫസല്ലൈതു മാഹു. ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എനിക്ക് ഇമാമ് നിന്നു, എന്നിട്ട് ഞാൻ നബിനോട് കൂടെ നമസ്കരിച്ചു. സുമ്മ സല്ലൈതു മാഹു, പിന്നീ നബി ഇറങ്ങി വന്നു, പിന്നെയും ജിബ്രീൽ ഇറങ്ങി വന്നു, പിന്നെയും അദ്ദേഹം നമസ്കരിച്ചു, ഞാൻ അദ്ദേഹത്തെ തുടർന്നു. സുമ്മ സല്ലൈതു മാഹു, പിന്നെ ഇറങ്ങി വന്ന് ഞാൻ അദ്ദേഹത്തോടെ നമസ്കരിച്ചു, അദ്ദേഹം ഇമാമായി നമസ്കരിച്ചു. സുമ്മ സല്ലൈതു മാഹു, ഞാൻ 5 പ്രാവശ്യം റസൂലുള്ളാഹി. ഈ 5 നേരത്തെ നമസ്കാരങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് കൃത്യമായി നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം കാണിച്ചു കൊടുത്തു, അതിൻ്റെ സമാപന ടൈം കാണിച്ചു കൊടുത്തു കൃത്യമായിട്ട്. മഹാന്മാരായ സഹാബാക്കൾ ഈ വിഷയത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു ദിവസം അസ്ർ നിസ്കരിക്കുമ്പോൾ സ്വല്പം വൈകി നിസ്കരിച്ചു. അപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന ജിബ്രീല ഖദ് നസല ഫസല്ല അമാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ നബിന്റെ മുന്നിൽ വന്ന് നിസ്കരിച്ച് അതിന്റെ കറക്റ്റ് ടൈം കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാ, യാ തഖൂലു യാ ഉർവ ജി പറയുന്നത് നീ ശ്രദ്ധിച്ച് പറയട്ടോ. സമീഅതു ബശീർ ബിൻ അബി മസ്ഊദിൻ, ബഷീർ ബിൻ അബി മസ്ഊദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ മഹാനവറുകൾ പറയുന്നത്? അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ നമസ്കരിച്ച കൃത്യസമയങ്ങളും നേരങ്ങളും കൃത്യമായി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ സമയം പഠിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ജിബ്രീൽ ഒന്ന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സഹീഹ് ബുഖാരിയുടെ 3221 നമ്പർ ഹദീസ് നമസ്കാരത്തിന്റെ രൂപം ജിബ്രീൽ പഠിപ്പിക്കുന്ന ഹദീസാണ്. ബുഖാരിയുടെ 3221 നമ്പർ ഹദീസ് ജിബ്രീൽ എങ്ങനെയാണത് പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ഇങ്ങനെ തന്നെ വളരെ കൃത്യമായി ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ഉച്ചാരണം എങ്ങനെയാണോ ആവേണ്ടത് അത് കൃത്യമായിട്ട് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാനവറുകൾ ഇത് വിവരിക്കേണ്ടായി. സഹീഹ് ബുഖാരിയുടെ 3220 നമ്പർ ഹദീസാണ്. മഹാനവറുകൾ പറയാം, അജ്വദുന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്ത് എടുക്കുന്ന ആളാണ്. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സജീവമായി ഇബാദത്ത് എടുക്കുക ജിബ്രീലുമായി സംവദിക്കുമ്പോഴാണ്. വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിൽ എല്ലാ രാത്രിയും ജിബ്രീൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൃത്യമായിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കും.
അത് പഠിപ്പിക്കും. ഈ ഖുർആനിനെ ജിബ്രീൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കൊന്നും ഓതാൻ കഴിയൂല. ഖുർആൻ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ നമുക്കറിയാം ഖുർആനിലുണ്ടാവും ഹാമീം, അതുപോലെ ഹാമീൻ ഐൻ സീൻ ഖാഫ്, ഖാഫ് ഹാ യാ ഐൻ സാദ്. ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓതുന്നത്, അല്ലെങ്കിൽ കഴിയൂല. ഖുർആനിന്റെ ഓരോ വചനങ്ങളെയും നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ അത് ഖുർആനിന്റെ രൂപമാവണമെങ്കിൽ ജിബ്രീൽ ഓതി കേൾപ്പിക്കുക തന്നെ, അത് നബി പഠിക്കുക തന്നെ, നബിയിൽ നിന്ന് സഹാബാക്കൾ പഠിക്കുക തന്നെ. നമ്മളിപ്പോൾ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കാര്യമായിട്ടും ജിബ്രീൽ നബി തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചതുപോലെ ഖുർആൻ പഠിക്കുക, ഓതാൻ പഠിക്കുകയെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് കാര്യമായി കാണുന്നത്. ഫാത്തിഹ സൂറത്തൊന്നും ജിബ്രീൽ നബിക്ക് ഓതി കേൾപ്പിച്ചതുപോലെയല്ല നമ്മൾ ഓതുന്നത് എങ്കിൽ നമ്മുടെ നിസ്കാരം മരണം വരെ നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവൻ ബാത്തില്ല, സംശയമേ ഇല്ല. നിർബന്ധമായും പഠിക്കേണ്ടവർ അത് പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പരലോകത്ത് നമസ്കാരം സ്വീകാര്യമല്ലെന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് നമസ്കാരം പഠിപ്പിക്കാൻ ഇറങ്ങി വരുന്നു, ഖുർആൻ പാരായണം കേൾപ്പിച്ചു കൊടുക്കുന്നു, അതേപോലെ ജിബ്രീലിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, മീകായിലിനെ കാണിച്ചു കൊടുക്കുന്നു, മാലിക് അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കുന്നു, മലക്കുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതേപോലെ ഇമാം ബുഖാരിയുടെ സഹീൽ 3239 നമ്പർ ഹദീസ് കാണാം. റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി ബുഖാരിയിൽ നമ്മൾ പരാമർശിക്കും. ബുഖാരിയുടെ ഹദീസുകളിൽ ബഹുഭൂരിഭാഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കാണാം. അദ്ദേഹം നമ്മളിപ്പോൾ തായിഫിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ താമസം ഉണ്ടായിരുന്നത്. മഹാനവറുകളുടെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലവും അവിടെ ഇപ്പോൾ പള്ളിയും ഒക്കെ ഉണ്ട്. അന്നത്തെ പള്ളിയെന്നൊന്നുമല്ല, എങ്കിലും ഒരു ചിഹ്നം പ്രകടമാവുന്ന രൂപത്തിൽ. മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ മയ്യത്ത് കട്ടിലിൽ മഹാനവറുകളെ കഫൻ ചെയ്ത് വെച്ച് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷി ആ കഫമ്പുടയിലേക്ക് പാറിക്കയറുകയുണ്ടായി. പാറിക്കയറിയപ്പോൾ പിന്നീട് അതിനെ കാണുന്നില്ല, അത് പുറത്തേക്ക് വന്നില്ല. അങ്ങനെ ആ പക്ഷിയോടുകൂടെ മഹാനവറുകളെ മറമാടത്തു. താബി പണ്ഡിതന്മാരായ നിരവധി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ, അതുപോലെ അഹ്മദ് ബിൻ ഹംബലിന്റെ ഗുരുനാഥനായ സയ്യിദ് ബിൻ ജുബൈർ ഒക്കെ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അറിവും ഇതാ മറമാടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ഒരു സംഭവം എന്ന് മഹാനവറുകൾ പറയുക. അതായത് ഒരു പണ്ഡിതൻ മരിച്ചാൽ ഇൽമു മരിച്ചു എന്നുള്ളതാണ്. ഇൽമു ലോകത്ത് നിന്ന് ഉയർന്നു പോകുന്നറിഞ്ഞല്ലോ അന്ത്യനാളാവുമ്പോൾ. ഇത് പണ്ഡിതന്മാരുടെ മരണമാണ്, അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പണ്ഡിതന്മാരത് വിവരിച്ചത്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, ഇബ്നു അബ്ബാസ് എന്ന് പറയുമ്പോൾ അറിവിൻ്റെ ഒരു കോട്ടയാണ്. വളരെ ചെറിയ കുട്ടിയായിരുന്നു മഹാനവറുകൾ പ്രവാചകൻ മരിക്കുമ്പോൾ. ഉമറുൽ ഫാറൂഖിന്റെ പാർലമെന്റിൽ പോലും മഹാനവറുകൾ ചെറിയൊരു കുഞ്ഞാണ്. മഹാനവറുകളെ ഉമറുൽ ഫാറൂഖ് കൊണ്ടുവരും, അത്രയും വലിയ പാണ്ഡിത്യമുള്ള ചെറിയ കുട്ടിയാണെങ്കിൽ. വലിയ തർക്ക വിഷയങ്ങൾ വരുമ്പോൾ കാരണവന്മാരോട് ചോദിക്കുന്നതിന് മുമ്പ് മഹാനവറുകളോട് ചോദിക്കും, മറുപടിയും പറയും. ചെറിയ കുട്ടിയായിരുന്നു. അപ്പോ ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നബി തങ്ങൾ എന്നോടൊരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു രാത്രിയിൽ എനിക്ക് അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെ അതുപോലെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ നരകത്തെ കാക്കുന്ന മലക്കിനെ, ദജ്ജാലിനെയൊക്കെ അല്ലാഹു എനിക്ക് കാണിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂസ അലൈഹിസ്സലാമിനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മഹാനവറുകൾ റജുലൻ ആദം, അദ്ദേഹത്തെ കണ്ടാല് ഒരു കറുത്താളാണെന്നും പറയാൻ പറ്റൂല, വെളുത്താളാണെന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരാളാ. തിവാലൻ ജഴുതൻ, നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളാണ്, നല്ല നീളമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ ജട കുത്തിയായിട്ട് ഒന്നായിട്ട് അങ്ങനെ ഒന്നുമല്ല, എന്നാൽ അയച്ചിട്ട രൂപത്തിലും അല്ല, ഒരു വേറൊരു രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മുടിയുള്ളത്. ഷെനൂഅ ഗോത്രത്തിൽപ്പെട്ട ഒരു നല്ല കരുത്തനായ ഒരു മനുഷ്യനാണ്. മൂസാ നബിനെ അങ്ങനെ കണ്ട മിടുക്കനാണ് നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരാളായിട്ടാണ് മഹാനവറുകളെ എനിക്ക് അല്ലാഹു തആല ഒരു രാത്രിയിൽ കാണിച്ചു തന്നത്.
എന്നാൽ ഈസ അലൈഹി ഇസ്ലാമിനെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ റജുലൻ മർബുവൻ, ഒരു ഒത്ത ശരീര, മർബുൽ ഖൽഖ് ഇലൽ ഹുംറ വൽ ബയാദ്, ഈ ചുമപ്പും വെളുപ്പും കൂടിയ കളർ ഉണ്ടല്ലോ നമ്മൾ ഇംഗ്ലീഷുകാരുടെ കളർ, അങ്ങനെ നല്ല ഒരു പ്രത്യേക കളറാണ് മഹാനവറുകൾക്കുള്ളത്. അതുപോലെ സബ്തിർ റഅസ്, മഹാനവറുകളുടെ മുടി ഇങ്ങനെ എന്താ പറയുക, ഈ ഫിലിപ്പീനികളൊക്കെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ കുഴഞ്ഞു വരുന്ന കോലത്തിലുള്ള അങ്ങനെയുള്ള മുടി, വളരെ സുമുഖനായ ഒരൊത്ത ശരീരമുള്ള നല്ലൊരു മനുഷ്യൻ. അങ്ങനെ നോക്കുമ്പോൾ നബി പറഞ്ഞ ഈ വസ്തു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിച്ച് നടക്കുന്ന ആൾക്കാരുടെ ആ ഫോട്ടത്തിലുള്ളത് പോലെയല്ല. അതിലേറെ കുറച്ചുകൂടി മെച്ചപ്പെട്ട കോലത്തിലാണ്. പിന്നെ അപ്പൊ ഇങ്ങനെയാണ് ഇത് ബുഖാരിയുടെ ഹദീത്താണ്. ബുഖാരിയുടെ ഹദീത്തിൽ 3239 നമ്പർ ഹദീസാണ്. ഈസാ അലൈഹി ഇസ്ലാം സുമുഖനും സുന്ദരനുമാണ്. മാലിക് അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു, ഖാസിനൻ നാർ, നരകത്തെ കാക്കുന്ന മാലിക്കിനെയും ഞാൻ കണ്ടു, ദജ്ജാലിനെയും ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മലക്കുകൾ മദീനയെ കാക്കുന്നുണ്ട് ദജ്ജാലിനെ തൊട്ട്. റസൂലുള്ള പറഞ്ഞു കൊടുക്കാറ്, ദജ്ജാല് വരുന്നത് കൊണ്ട് അവനെ തടുക്കാൻ വേണ്ടി മദീനക്ക് അള്ളാഹിന്റെ മലക്കുകൾ കാവൽക്കാരായി നിൽക്കുന്നു. അവർ സെഫ് കെട്ടി നിൽക്കുകയാണെന്നാണ്, ലൈനായിട്ട് നിൽക്കുന്നു അള്ളാഹിന്റെ മലക്കുകൾ. അപ്പൊ ഇപ്പോഴും അള്ളാഹുവിന്റെ മലക്കുകൾ മദീനയിൽ കാവൽക്കാരായി മദീനയുടെ ഓരോ വഴികളിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഇമാം ബുഖാരി ഈ പറഞ്ഞ ഹദീസുകൾക്കൊക്കെ വളരെ പഠനാർഹമായ വിശദീകരണം ഹാഫിദുദ്ദുനിയ തന്റെ ഫതുഹുൽ ബാരിയിൽ ഓരോ ഹദീത്തിനും വിശദീകരണം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിശദീകരണങ്ങൾ നമുക്ക് ഈ ഹദീത്തിന്റെ ഹെഡിങ്ങുകൾ ഇപ്പൊ നമ്മളിങ്ങനെ വായിച്ചു പോകാണ്, എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. എങ്കിലും നിങ്ങൾ ഇത്ര നമ്പർ ഹദീത്തിൽ ഇന്ന വിഷയമാണെന്നൊന്ന് ഓർത്താൽ മതി. നമ്മുടെ ഈ ക്ലാസ്സിൽ 3239 നമ്പർ ഹദീത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ രൂപം പരാമർശിക്കുന്നു. മനസ്സിലായില്ലേ? അതിൽ മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ടാൽ ശനുആ ഗോത്രക്കാരനാണെന്ന് തോന്നും എന്നൊക്കെ അതിലാണ് പറയുന്നത്. അതുപോലെ ഇമാം ബുഖാരി മലക്കുകൾ ഒരു വിഭാഗത്തെ ശപിക്കുന്നുണ്ട് നേരം പുലരുന്നത് വരെ. അത് ആരെയാണെന്നറിയോ? റസൂലുള്ള പറയാണ്, ഇദാ ദാർ റജുൽ ഇംറഅതുഹു ഇലാ ഫിറാശിഹി, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യനെ അദ്ദേഹത്തിന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു. ഫഅബത്, അപ്പോൾ ആ മനുഷ്യനെ അവൾ സ്വീകരിച്ചില്ല, അവൾ മാറിപ്പോയി, അവനോട് തെറ്റി, അവന് വഴങ്ങിയില്ല എങ്കിൽ ഫബാത വൽബാന അലൈഹ, ആ മനുഷ്യൻ അന്നത്തെ രാത്രി അവളോട് ദേഷ്യപ്പെട്ട് കിടന്നാൽ ലഅനത അൽ മലായികതു ഹത്താ തുസ്ബിഹ, അല്ലാഹുവിന്റെ മലക്കുകൾ നേരം പുലരുന്നത് വരെ ആ സഹോദരിയെ ശപിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹിന്റെ മലക്കുകളുടെ ശാപം വളരെ വലിയ അപകടകരമാണ്. ഇതിനും തന്നെ വളരെ വിശദമായ വിശദീകരണം ഫതുഹുൽ ബാരിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ മറ്റൊരു ഹദീത്ത് ഇമാം ബുഖാരി കൊടുക്കുന്നത് 3224 നമ്പർ ഹദീത്താണ്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തലയണ ഉണ്ടാക്കി കൊടുത്തു. അതിൽ സ്വല്പം ഫോട്ടോകളൊക്കെ ഉണ്ട്, ചില ജീവികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അത് ഒരു ചെറിയ തലേണയാണ്, വളരെ വലുതൊന്നല്ല, ചെറിയൊരു തലേണ ആക്കാൻ ചാരിയിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഇങ്ങനെ വന്നപ്പോ വാതിലിന്റെ ഇടയിൽ അവിടെ നിന്നു നബി. നമ്മളെ പറഞ്ഞ 2 വാതിൽ കെട്ടിന്റെ ഇടയിൽ അവിടെ നിന്നു നബി. ഇങ്ങോട്ട് അകത്ത് കയറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുഖമൊക്കെ അങ്ങോട്ട് നിറം മാറി, സ്വഭാവമൊക്കെ മാറി, ദേഷ്യം പിടിച്ച മാറി, എന്തൊക്കെയോ നബിയിൽ നിന്ന് കാണുന്നു. അപ്പൊ ഞാൻ നബിനോട് ചോദിച്ചു, മാലനായ റസൂലല്ലാഹ്, എന്താ നബി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പൊ നബി പറയാ, മാ ബാലു ഹാദിഹിൽ വിസാദ, ഈ തലയണ എന്താണ്, ഈ തലയിണൊക്കെ എന്തിനാ ചെയ്തുണ്ടാക്കുന്നത്?
എന്ത് കഥയാണിത് എന്ന് പറഞ്ഞിട്ടല്ല നമ്മളൊരു പുറത്താണ്. അപ്പോൾ ആയിഷ ബീവി പറയാം, വിസാദത്തുൻ ജഅൽതുഹാലക് ലിതൽതജിഅലിയ, നിങ്ങൾക്ക് ചാരി കടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തലയണ ഉണ്ടാക്കിയതാണ്, അത് നല്ല കാര്യമല്ലേ? അപ്പൊ നബിയുടെ മറുപടി, അമാ അലിംതി അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീ സൂറ, നിനക്കറിയില്ലേ ഒരു വീട്ടിൽ ഫോട്ടോ ഉണ്ടായാൽ, തലയിണയിലോ വിരിപ്പിലോ ഫോട്ടോ ഉണ്ടായാൽ അള്ളാന്റെ മലക്കുകൾ അങ്ങോട്ട് വരില്ല എന്ന് നിനക്കറിയില്ലേ? വന്നമൻ സ്വനസൂറ, ഇങ്ങനെയുള്ള ഫോട്ടോകൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ യുഅദ്ദബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ? യഖൂലു അഹ്യൂ മാ ഖലഖ്തും, പരലോകത്ത് പറയപ്പെടും നിങ്ങൾ സൃഷ്ടിച്ചതിനെ നിങ്ങൾ ജീവിപ്പിക്കുക എന്ന് പറയപ്പെടും. അപ്പൊ എന്ത് പണിയാണ് ചെയ്യും? അള്ളാന്റെ മലക്കുകൾ കയറൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന ഒന്നും ഉണ്ടായിക്കൂടാ. ഇന്ന് വലിയൊരു വിഭാഗം സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ള വീടാണ് എന്നറിയിക്കാൻ വീടിൻ്റെ ഷോക്കേസുകളിൽ ഫോട്ടോകൾ മാത്രമല്ല പല ജീവികളുടെയും ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലുള്ള ജീവികൾ, പുലിയും ആനയും കരടിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിന്റെ മലക്കുകൾ കയറി വരില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇതിനൊക്കെ പലർക്കും ന്യായം പറയാനുണ്ടാവും. അതൊന്നും അത്ര വലിയ കുഴപ്പമില്ല, പല ന്യായങ്ങളും ആളുകൾ പറയും. നമ്മളൊരു കഥ കേൾക്കാറുണ്ട്. ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടമാനം. അപ്പോൾ അവിടുന്ന് ആരോ വന്നിട്ട് പറഞ്ഞത്രേ, മോനെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റടോ, അള്ളാഹിൻ്റെ മലക്കുകൾ വരൂല എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത്രേ, മലക്കുകൾ വരൂലെന്നോ? ഒരു മലക്ക് വന്നതിൻ്റെ സ്വഭാവമാണ് ഇപ്പം എൻ്റെ ഈ കിടക്കുന്നത്. ഫോട്ടോ അല്ല, അതിൻ്റെ അപ്പുറം വെച്ചിട്ട് എന്ത് കാര്യം? മലക്കുകൾ വരേണ്ട അടുത്ത് കൊല്ലി വരാതിരിക്കൂല എന്ന് പറഞ്ഞാൽ, മലക്കുകൾ വരൂല പറഞ്ഞാൽ അസറായിൽ മലക്കുൽ മൗത്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് റഹ്മത്തിൻ്റെ ബർക്കത്തിൻ്റെ ആശയങ്ങളുമായുള്ള മലായിക്കത്തുകളുടെ ആഗമനം ഉണ്ടാവില്ല, നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്നാ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എത്രയോ ജനതയെ നശിപ്പിച്ചത് അള്ളാന്റെ മലക്കുകളല്ലേ? ലൂത്ത് നബിന്റെ ജനതയെ നശിപ്പിച്ചു. അവിടെയൊക്കെ ബിംബങ്ങളും പല ജാതി സാധനങ്ങളുണ്ട്. അവിടേക്ക് മലക്കുകൾ വരൂല എന്ന് പറഞ്ഞ മലക്കുകൾ മാറുന്നു, അതിൻ്റെ സമയത്ത് അവർ വരും. മനസ്സിലായി? അതുപോലെ നിരന്തരം റസൂലുള്ള പറഞ്ഞാണ്. ഇമാം ബുഖാരിയുടെ സഹീൽ 3255 നമ്പർ ഹദീസിൽ കാണാം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, നബി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലാ തദ്ഖുലുൽ മലായികതു ബൈതം ഫീഹി കൽബുൻ വലാ സൂറത്തു തമാസീൽ, അള്ളാഹുവിന്റെ മലക്കുകൾ നായകളുള്ള വീട്ടിലേക്ക് വരികയില്ല, അതുപോലെ രൂപങ്ങളുള്ള ഫോട്ടോകളുള്ള വീടുകളിലേക്കും അള്ളാഹിന്റെ മലക്കുകൾ കയറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് പ്രവാചകനും അനുഭവമാണ്. ഇമാം ബുഖാരിയുടെ സഹീൽ 3227 നമ്പർ ഹദീസ് കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞാൻ നാളെ വരുന്നുണ്ട്, നിങ്ങൾ എടുത്തുക, ഇന്ന ടൈമിൽ വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരുന്ന് നോക്കുമ്പോൾ ജിബ്രീലിനെ കാണുന്നില്ല. അങ്ങനെ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ടൈമിൽ എത്തിയില്ലല്ലോ. അപ്പൊ ജിബ്രീലിന്റെ മറുപടി, ഇന്നാ ലാ നദ്ഖുലു ബൈതം ഫീഹി സൂറത്തും വലാ കൽബുൻ, രൂപമുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല, ഫോട്ടോ ഉള്ള, അതുപോലെ നായുള്ള വീട്ടിലേക്കും. അപ്പൊ നബിന്റെ വീട്ടില് അറിയാതെ ഒരു നായക്കുട്ടി അവിടെ കയറി കിടന്നിട്ട്, ഇന്നത്തെ പോലത്തെ വീടല്ലല്ലോ, അതുകൊണ്ടായിരുന്നു ജിബ്രീൽ വരാതിരുന്നിരുന്നത്. പക്ഷെ ഇന്ന് വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും നായ വീട്ടിലെ കുട്ടികളെക്കാണ് സൗകര്യത്തോടുകൂടെ വീടുകളിൽ വളരുന്ന അവസ്ഥയാണ്. നായയെ ഉപയോഗപ്പെടുത്താൻ, വേട്ടയ്ക്ക് ഉപയോഗപ്പെടുത്താൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതിന് നായക്ക് നായയുടേതായ ഒരു സ്ഥലം വേറെ നമ്മൾ ഉണ്ടാക്കി വെക്കുമാണ്. ആ വേട്ട ആടാൻ വേണ്ടി നായയെ കൊണ്ടുപോകുമ്പോൾ ബിസ്മിയല്ലി കാട്ടിലേക്ക് വിട്ടിട്ട് ആ നായ ഒരു മൃഗത്തെ കടിച്ചു കൊന്നു, അത് ജീവൻ പോയാലും നമ്മൾക്ക് അറുക്കേണ്ട ആവശ്യം പോലുമില്ല, നമുക്ക് ആ ജീവിയെ തിന്നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നിങ്ങൾ ബിസ്മിയല്ലി കാട്ടിലേക്ക് വിട്ട നായയാണെങ്കിൽ അത് കടിച്ചു കൊന്നതിനെ നിങ്ങൾക്ക് തിന്നാവുന്നതാണെന്നുള്ള. അപ്പൊ ഏതായിരുന്നാലും നായുള്ള വീട്ടിൽ അള്ളാന്റെ മലക്കുകൾ വരില്ല എന്ന് മഹാനായ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ നേരിട്ടാ പറയുന്നത്. നബി വഹയിലൂടെ നബി പറയാറുണ്ട്, പക്ഷെ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്. ഇന്നാ ലാ നദ്ഖുലു ബൈതം ഫീ സൂറത്തും വലാ കൽബുൻ, രൂപമുള്ള വീട്ടിലേക്കോ നായുള്ള വീട്ടിലേക്കോ ഞങ്ങൾ വരില്ല. ബുഖാരിയുടെ 3227 നമ്പർ ഹദീസാണ്. അപ്പൊ ഇങ്ങനെ മലക്കുകളുടെ ഇടപെടലുകൾ പ്രവാചകന് ആ വിഷയം കൃത്യമായി പഠിപ്പിക്കാവുന്ന രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിൻ്റെ വിശദീകരണങ്ങൾ വളരെ പഠനാർഹമായ രൂപത്തിൽ ഹാഫിളുദ്ദുനിയ നടത്തിയത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഹദീസും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇമാം ബുഖാരിയുടെ സഹീൽ 3228 നമ്പർ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ, നമസ്കാരത്തിൽ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു, അപ്പോൾ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികത്തി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെയെങ്കിലും വാക്ക് മലക്കുകളുടെ വാക്കിനോട് യോജിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അവന് പൊറുക്കപ്പെടും. അതായത് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അള്ളാന്റെ മലക്കുകൾ എന്ന് പറയും, റബ്ബനാ ലക്കൽ ഹംദ്. നബി വേറെ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇമാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥനയോട് നമ്മുടെ പ്രാർത്ഥന യോജിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധ വെച്ചിട്ട് റബ്ബനാ ലക്കൽ ഹംദ് പറയാം, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുമ്പോൾ സാധാരണ നമ്മുടെ ആളുകൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കലില്ല. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നുകൊണ്ട് പറഞ്ഞു പോയി. നമുക്ക് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് നമുക്ക് പറയാം, പക്ഷേ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ അവിടെ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ഈ പ്രാർത്ഥന ആ സമയത്ത് നടക്കുമ്പോൾ അതിനോട് നമ്മൾ യോജിക്കലായി. ആ യോജിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പാപങ്ങളും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുകയാണ്. വളരെ നിസ്സാരം, നമുക്കൊരു റിസ്ക്കില്ലാത്ത കാര്യം. ഒരു ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാം പറയുന്നു, ഉടനെ നമ്മൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നമ്മൾ പറയുന്നു. അതോടുകൂടെ ഒരൊറ്റ വാക്കോടുകൂടെ നമ്മുടെ കഴിഞ്ഞ പാപങ്ങൾ മുഴുവനാണ് പൊറുക്കപ്പെടുകയാണ്. എന്താ കാരണം? മലക്കുകളുടെ ആ വേർഡിനോട് നമ്മുടെ വേർഡ് യോജിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് അത് വളരെ ഡീപ്പായി ആ ഹദീസുകളെയും അതിൻ്റെ സനദുകളെയും അതിലുള്ള പണ്ഡിതന്മാരെയും അതിലുള്ള വിധിവിലക്കുകളെയും അതിലുള്ള ചരിത്രങ്ങളെയും ഒക്കെ നമുക്ക് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഹദീസ് കേട്ടതിന് നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇമാം മാലിക്കൊക്കെ അവരൊക്കെ ഒളു ചെയ്ത് പ്രത്യേക അതബോട് കൂടെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന സംഭവമാണ് ഹദീസ് പഠനം എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായിരുന്നാലും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃത്യമായിട്ട് നമുക്കിത് പഠിക്കണം. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ബുദ്ധി, നല്ല ബുദ്ധി അള്ളാഹു നമുക്ക് പഠിക്കാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അറിവിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ള പറഞ്ഞതാണ്, കുൽ റബ്ബി സിദ്നി ഇൽമ, നീ പറയൂ അറിവിനെ വർദ്ധിപ്പിച്ചതാ റബ്ബേ എന്ന് പറയൂ എന്ന് നബിയോട് അള്ള പറഞ്ഞാണ്. അതുപോലെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദി തഫറഖൻ മഅസൂമ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹറൂമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك.